Hello friends, today let's discuss a poem by Catherine Tynan that is Any Woman. +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന യൂണിറ്റിലെ പോയമാണ് Any Woman written by Catherine Tynan. Before moving on to the poem, let's discuss about the author, Catherine Tynan. Catherine Tynan, born in the year 1859 to 1931, is an Irish-born writer known mainly for her novels and poetry. സോ ഒരു ഐറിഷ് റൈറ്ററാണ് കാതറീൻ ടൈനൻ. കൂടുതലും അവരുടെ നോവൽസിലും പോയട്രിയിലൂടെയാണ് അവർ കൂടുതലും അറിയപ്പെട്ടിരുന്നത്. ഷീ ഹാസ് ടു ഹർ ക്രെഡിറ്റ് മോർ ദാൻ എ സ്കോർ ഓഫ് നോവൽസ് ആൻഡ് 7 books of verse. She has to her credit more than a score of novels. A score means 20, more than 20. 20-ലധികം നോവൽസും അതുപോലെ തന്നെ 7 books, verse collection, 7 books of verse. Verse means poems. She usually wrote under the name Catherine Tynan Hinkson. സോ അവർ ഏത് പേരിലാണ് എഴുതുന്നത്? കാതറീൻ ടൈനൻ ഹിങ്സൺ. Her human sympathy is keen, tender, warm and constant. സോ അവരുടെ ദയവ്, സ്നേഹം ഇതുപോലുള്ള ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു വ്യക്തിയായിരുന്നു. മനുഷ്യരോട് വളരെയധികം ദയവും സ്നേഹവും ഒക്കെ കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ദ പോയം എനി വുമൺ presents the all-embracing power of a woman to hold a family together. So any woman എന്ന് പറയുന്ന poem presents the all-embracing power of a woman to hold a family together. So ഒരു കുടുംബത്തെ ചേർത്ത് നിർത്താൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ത്രീ, അതാണിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ പോയം എനി വുമൺ. പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? ഒരു വ്യക്തി യഥാർത്ഥ സ്വാതന്ത്ര്യം എപ്പോഴാണ് ആസ്വദിക്കുന്നത്? ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? സ്ത്രീകൾ ശരിയായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? വിമൻ സപ്പോർട്ട് എ ഫാമിലി, ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? സ്ത്രീകൾ എപ്പോഴും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്, സംരക്ഷിക്കുകയാണ്, പക്ഷേ ആ കുടുംബം തിരിച്ച് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഡു വിമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ? പുരുഷന്മാരോടൊപ്പം തന്നെ ആ പുരുഷന്മാരുടെ അതേ സ്റ്റേറ്റസ് വിമനും സ്ത്രീകൾക്കും കിട്ടാറുണ്ടോ? സോ ഇതൊക്കെയാണ് കുറേ ക്വസ്റ്റ്യൻസ്. സോ ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങളും ചിന്തിക്കുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചിന്തിച്ചെടുക്കുക. സോ മൂവിങ് ഓൺ ടു ദ പോയം എനി വുമൺ. ഫസ്റ്റ് ആൻസർ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. Take me away and roof and wall would fall to ruin me utterly. So, I am the pillars of the house. Pillars means തൂണുകൾ. ഞാൻ വീടിൻ്റെ തൂണുകളാണ് എന്ന് വെച്ചാൽ ഞാനാണ് വീടിനെ സപ്പോർട്ട് ചെയ്യുന്നത്. I am the pillars of the house. I here refer to woman. സ്ത്രീ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ തൂണുകളാണ്. I am the pillars of the house. The keystone of the arch am I. സോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആർച്ചിൻ്റെ ഒരു കീ സ്റ്റോൺ, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഞാനാണ്. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. സോ എന്നെ മാറ്റിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? ടേക്ക് മീ അവേ, ഞാൻ മാറിപ്പോയാൽ അല്ലെങ്കിൽ എന്നെ മാറ്റിക്കളഞ്ഞാൽ, ആൻഡ് റൂഫ് ആൻഡ് വാൾ, മേൽക്കൂരയും മതിലുകളും എല്ലാം ഇടിഞ്ഞ്, വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. സോ അത് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മേൽക്കൂരയും ചുമരുകളും എല്ലാം വീഴുമ്പോഴേക്കും അതും എന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി, അവ വീണ് എന്നെ മുഴുവനായും നശിപ്പിക്കുന്നു. സോ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. സോ ഞാൻ വീടിൻ്റെ തൂണുകളെന്ന് പറയുന്നത് ഞാനാണ്, അതുപോലെ അതിൻ്റെ ആർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗവും ഞാൻ തന്നെയാണ്. എന്നെ മാറ്റിക്കളഞ്ഞാൽ എന്താണ്? അതിൻ്റെ മതിലുകളും റൂഫും മേൽക്കൂരയും എല്ലാം തന്നെ തകർന്ന് അത് എന്നെയും തകർത്ത് തരിപ്പണമാക്കും. ഓക്കെ, നെക്സ്റ്റ് ആൻസർ, ഐ എം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ എം ദ ഹീറ്റ് ദാറ്റ് വാർംസ് ദ എർത്ത്, which else were colder than a stone. I am the fire upon the hearth. Hearth means fireplace, അടുപ്പ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I am the fire upon the hearth. So അടുപ്പിലെ തീയാണ് ഞാൻ.
ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യൻ്റെ പ്രകാശത്തെക്കാൾ, അതായത് ആ സൂര്യൻ്റെ പ്രകാശമാണ് ഞാനെന്ന് പറയുന്നു. ഐ ആം ദ ഹീറ്റ് ദറ്റ് വാംസ് ദ എർത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയെ ചൂടാക്കുന്ന തീയാണ് ഞാൻ. ഐ ആം ദ ഹീറ്റ് ദറ്റ് വാംസ് ദ എർത്ത് വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഐ എം ദ ഹീറ്റ് ദറ്റ് വാംസ് ദ എർത്ത് വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ എന്ന് വെച്ചാൽ ഞാനില്ലെങ്കിൽ, അതായത് ഭൂമിയെ ചൂടാക്കുന്ന തീയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ ഭൂമി തണുത്ത ഒരു കല്ല് പോലെ ആയിരുന്നേനെ. വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ, തണുത്ത ഒരു കല്ല് പോലെ ആയേനെ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ് ആൻസർ. അറ്റ് മീ ദ ചിൽഡ്രൻ വാം their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. So, at me the children warm their hands. So the children get their warmth from me. എൻ്റെ കുട്ടികൾ എന്നിൽ നിന്നുമാണ് അവരുടെ ചൂട് സംഭരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഐ എം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ് എന്ന് വെച്ചാൽ അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞാനാണ്. ഓക്കെ, വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഞാനില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അടുപ്പൊക്കെ എങ്ങനെയാണ്? തണുത്ത് കിടക്കും. ഓക്കെ, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. സോ നമ്മുടെ വിലപ്പെട്ട കുട്ടികൾ ശരിയായി വളരുകയുമില്ല. സോ ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. At me the children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. So എന്നിൽ നിന്നാണ് എന്താണ് അടുപ്പിൽ തീയുണ്ടാകുന്നത്. അതുപോലെ അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാൻ. ഞാനില്ലെങ്കിൽ എന്താണ്? അടുപ്പ് തണുത്തു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? കുട്ടികൾ ശരിയായി വളരുകയുമില്ല. I am the twist that holds together the children in its sacred ring, their note of love from whose clothes tether no lost child goes a wandering. So, I am the twist that holds together the children in its sacred ring. അതായത് എന്താണ്? കുട്ടികളെ ഒരു സ്നേഹവലയത്തിൽ കൊണ്ടുപോകുന്നത് ഞാനാണ്. ഓക്കെ, സോ ഐ ഹോൾഡ് ദ ചിൽഡ്രൻ ടുഗെദർ ഇൻ ദ ലവ് റിംഗ് ഓഫ് ദ ഹോം. I am the twist that holds together the children in its sacred ring. സോ കുടുംബത്തിൻ്റെ ആ ഒരു സ്നേഹവലയത്തിൽ കുട്ടികളെ ഞാനാണ് കൊണ്ടുപോകുന്നത്. ഞാനാണതിൽ പിടിച്ചു നിർത്തുന്നത്. Their note of love from whose clothes tether means കയറെന്ന രീതിയിലാണ് പറയുന്നത്. No lost child goes a wandering. സോ ഇവിടെ tether means rope, കയർ. സോ ആ ഒരു കെട്ട് പൊട്ടിച്ച് ഒരിക്കലും കുട്ടികൾ അലഞ്ഞു തിരിയുകയില്ല. കാരണം ആ ഒരു സ്നേഹത്തിൻ്റെ കെട്ടുകൊണ്ട് ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ദ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോത്ത്സ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. സോ ഞാനാണ് കുട്ടികളെ എൻ്റെ സ്നേഹവലയത്തിൽ കുടുംബത്തിൽ പിടിച്ചു നിർത്തുന്നത്. സോ അത് പൊട്ടിച്ച് ഒരിക്കലും ഒരു കുട്ടിക്കും അലഞ്ഞു തിരിഞ്ഞു പോകുവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ബോണ്ടിങ് ഉള്ളവരാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവർക്ക് പോവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ആൻസർ. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. ഐ സ്പിൻ ദ കർട്ടൻസ്, വാപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. സോ ഞാനാണ് എന്താണ്? കുടുംബത്തിൻ്റെ ആ ഒരു അടി മുതൽ മുകൾ വരെ ഉള്ളത് ഞാനാണ്. ഐ എം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. സോ താഴെ മുതൽ മുകളിൽ വരെ ഞാനാണ്. എന്ന് വെച്ചാൽ ഞാൻ ആണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. സോ ഐ എം ദ വാൾസ് ആൻഡ് ദ ബോർഡ് എന്ന് വെച്ചാൽ ഞാനാണ് മതിലുകളും ബോർഡുകളും എല്ലാം ഞാൻ തന്നെയാണ്. I spin the curtains, warp and woof. So I am the one who opens and closes the curtains. So warp and woof means എന്താണ്? ആ ഒരു ലെങ്ത് വൈസ് എന്താണ്? അതിൻ്റെ ഊടും പാവും എന്ന് പറയും. ഓക്കെ, ഐ സ്പിൻ ദ കർട്ടൻസ്, വാപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. സോ ഐ എം ദ വൺ ഹൂ ഓപ്പൺസ് ആൻഡ് ക്ലോസസ് ദ കർട്ടൻസ്. ഐ എം ദ വൺ ഫില്ലിംഗ് ദ ബെഡ് ഓഫ് ദ ചിൽഡ്രൻ വിത്ത് ഡൗൺ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് ഹെയർ ഓഫ് ആനിമൽസ്. ഓക്കെ, രോമം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ് ഹെയർ, ഫെതേഴ്സ് പോലെ സോഫ്റ്റ് ഹെയർ ഓഫ് ആനിമൽസ്.
ആൻഡ് കവർ ദം വിത്ത് ലെതർ. സോ ഞാൻ തന്നെയാണ് അവരുടെ കുട്ടികളുടെ ബെഡ് ശരിയാക്കുന്നത്. അതിൽ ഈ ഡൗൺസ് വെച്ചിട്ട് സോഫ്റ്റ് ഹെയർസ് അതിൽ വെച്ച് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ അവ തുകൽ കൊണ്ട് പൊതിയുന്നതും ലെതർ വെച്ച് പൊതിയുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. ഓക്കെ, ഐ സ്പിൻ ദ കർട്ടൻസ്, വാർപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. സോ അവിടെ മൊത്തം വീട് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. അടിമുതൽ ആ വീടിൻ്റെ അടിമുതൽ മുടി വരെ അല്ലെങ്കിൽ മൊത്തത്തിൽ മുകൾ വരെ താഴെ തൊട്ട് മുകളിൽ വരെ ഞാൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ഞാനാണ് അതിലെ മതിലുകളും ബോർഡുകളും എല്ലാം ഞാൻ തന്നെയാണ്. കേർട്ടൻ തുറക്കുന്നതും അടയ്ക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അതുപോലെ കുട്ടികളുടെ കിടക്കയിലൊക്കെ എങ്ങനെയാണ് ഞാനാണ് രോമം നിറച്ച് അവയെ തുകൽ കൊണ്ട് പൊതിയുന്നതും എന്ന് വെച്ചാൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ, മീൻസ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. So I am their wall against all danger. So എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്ന മതിലാണ് ഞാൻ. ഐ എം ദിയർ വാൾ, അവരുടെ മതിലാണ്. എന്ന് വെച്ചാൽ എന്ത് തരം അപകടം വന്നാലും അതിനെ നേരിടുന്ന, അവർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു മതിലായിരിക്കും ഞാൻ. I am their wall against all danger, their door against the wind and snow. So കാറ്റിനെയും മഞ്ഞിനെയും ഒക്കെ ഞാൻ തന്നെയാണ് തടഞ്ഞു നിർത്തുന്നത്. Thou whom a woman laid in a manger. Manger means പുൽത്തൊട്ടി. Okay, so thou whom a woman laid in a manger, take me not till the children grow. So എന്ത് തരം അപകടങ്ങളായാലും കാറ്റായാലും മഞ്ഞായാലും എന്തിനേയും ഞാൻ തടഞ്ഞു നിർത്തുന്നു. സോ ആ കുട്ടികൾ വളരുന്നത് വരേക്കും, ഓക്കെ, കുട്ടികൾ വളർന്ന് വലുതാവുന്നത് വരേക്കും എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഓക്കെ, സോ thou whom a woman laid in a manger, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. സോ അവിടെ ഒരു പ്രെയറിൻ്റെ പോലെയാണ് പറയുന്നത്. ഓക്കെ, ദൗ ഹൂം അവിടെ ദൈവത്തിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഓക്കെ, ജീസസ് ക്രൈസ്റ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ദൗ, യു, ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രെയർ ആക്ച്വലി ദാറ്റ് വുമൺ മേക്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ജീസസ് എന്താണ്? ജീസസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്താണ് പുൽത്തൊട്ടിയിൽ വളർത്തിക്കൊണ്ടുവന്ന എന്ന് വെച്ചാൽ ഒരു പുൽക്കൂട്ടിൽ എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പുൽക്കൂട്ടിൽ ജനിച്ച ഒരു പ്രസവിച്ച ദൈവപുത്രനാണ് ജീസസ്. ഓക്കെ, സോ ആ ഒരു ജീസസ് ക്രൈസ്റ്റിനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ജീസസ് ക്രൈസ്റ്റിനോട് അപേക്ഷിക്കുകയാണ്. സോ പുൽക്കൂട്ടിൽ ജനിച്ചു വീണ ജീസസ് ക്രൈസ്റ്റിനോട് ഇവിടെ ആ സ്ത്രീ അപേക്ഷിക്കുകയാണ്. ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ. മാഞ്ചർ മീൻസ് പുൽത്തൊട്ടി, പുൽക്കൂട്. സോ അതിൽ അതായത് ദൈവം ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയാണ്? പുൽക്കൂട്ടിൽ ജനിച്ച ദൈവപുത്രനാണ് ജീസസ്. ഓക്കെ, സോ ജീസസിനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ എന്നെ ജീവിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എന്താണ് അനുഗ്രഹിക്കണം, എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് ആ സ്ത്രീ ജീസസിനോട് പ്രാർത്ഥിക്കുന്നത്. അതായത് അവളില്ലാതെ അവളുടെ കുട്ടികൾക്ക് വളരുവാനും ജീവിക്കുവാനും കഴിയില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. സോ അതാണ് അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. സോ ഐ എം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ഇവിടെ കാറ്റും മഞ്ഞും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആക്ച്വലി? വിൻഡ് ആൻഡ് സ്നോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ. ഓക്കെ, ദ ട്രബിൾസ് ദറ്റ് കെയിം ടു അവർ ലൈഫ്. സോ അതിനെയെല്ലാം തന്നെ നേരിടാനായിട്ട് ഞങ്ങളെ അനുവദിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, so hope you understand this lesson. Thank you.